ആമേൻ. സന്തോഷമുള്ള കാര്യം സ്തോത്രം ചെയ്താട്ട് ഹല്ലേലൂയ. എന്റെ മുമ്പിൽ 5 മിനിറ്റ് 8 മിനിറ്റേ ഉള്ളൂ. പെട്ടെന്ന് പറന്നു പോവാം. അവൻ സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ ഒരു വാക്യം എടുത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ കേട്ടല്ലോ, ഒത്തിരി ആഗ്രഹങ്ങളോടൊരുപ്പുണ്ട്. അപ്പൊ സങ്കീർത്തനക്കാരിൽ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ സങ്കീർത്തനക്കാരൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യഹോവയെ ഞാൻ ഉറക്കം വിളിക്കുമ്പോൾ, 7ാമത്തെ വാക്യം, കേൾക്കണമേ, എന്നോട് കൃപ ചെയ്തിരിക്കെ ഉത്തരവരുന്ന ആൻസർ തേടുന്ന ഒത്തിരി പേരുടെ ഇരിപ്പുണ്ട്. എനിക്ക് വിഷയത്തിന് മറുപടി തരണേ. അടുത്തത് അവൻ സ്വന്തം ചെയ്യുന്നു. അടുത്തത് ഇങ്ങനെ പറയും, നിന്റെ മുഖം എനിക്ക് അവൻ സ്വന്തം മറയ്ക്കരുതേ, അതിനെ കോപത്തോട് എന്ത് ചെയ്തതേ. ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ദൈവത്തിനൊരു കാര്യം പറയാനുണ്ട്. ദൈവം പറയുന്ന വാക്യം ഉറക്കെ വായിക്കാമോ? 8ാമത്തെ വാക്യം ഉറക്കെ എനിബഡി റീഡ് ഇറ്റ് ലൗഡ്ലി. ഇന്ന് പ്രാർത്ഥിക്കുന്ന, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന്റെ അത്ഭുതം കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവത്തിനൊരു കാര്യം അവൻ പറയാനുണ്ട്. ഒന്ന് വായിച്ചാട്ട് വേഴ്സ് നമ്പർ 8. നെബിനെടുത്ത് തുറക്കെ വായിച്ചാട്ട് വേഴ്സ് നമ്പർ 8. അപ്പോൾ ഹൃദയത്തിൽ കൂടി ദൈവം സംസാരിക്കുക സങ്കീർത്തനക്കാരനോട്, എന്റെ മുഖം. ഇന്ന് പകൽ ഒത്തിരി മുഖങ്ങൾ തേടി പോകുന്നവരുണ്ട്. ഒത്തിരി വക്കീലിന്റെ മുഖം തേടുന്നവര്, ആൾക്കാരുടെ ഗ്രേസും മേഴ്സിയും തേടുന്നവര്. പോയി എല്ലാ കാര്യങ്ങളും അവനോട് കരഞ്ഞുണ്ടാക്കുന്നതെല്ലാം തുറന്ന് നമ്മുടെ സങ്കടങ്ങളെല്ലാം വിളിച്ചു പടങ്ങുന്നവര് ഒത്തിരി പേര് വിളിച്ചു കത്താ പറയും. അവൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, കർത്താവേ എനിക്ക് ഇന്നതാണ്, ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എന്നൊക്കെ പറയും. കഥ പറയാ, ഒറ്റ കാര്യം ഞാൻ നിന്നോട് പറയുന്നുള്ളൂ. എന്തുവാ? എന്റെ മുഖം. ദൈവനെ പഠിച്ച ഒത്തിരി ഉണ്ട്. നീ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ നിർത്താൻ സമയം പറഞ്ഞു പോയി. ലൂക്കോസ് സുവിശേഷം 19ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കാണാൻ പറ്റും. എടുത്താട്ട് ലുക്ക് ചാപ്റ്റർ 19 വേഴ്സ് 1 through down. കാരണം മദ്രസയിൽ ഓർത്തണം, ഒരു കാര്യം ഓർത്തണം. ഇവിടെ നിന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പ്രത്യാശയുണ്ട്. ജീവനുള്ള ദേശത്ത് നിങ്ങൾ യഹോവയുടെ നന്മ കാണും. അതുകൊണ്ട് പ്രത്യാശയുള്ളവരായിരിക്കാൻ, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം കുറയ്ക്കരുത്. പക്ഷേ അത് കാണുമെന്നുള്ള സത്യമാണ്. അല്ല, ദൈവം പറഞ്ഞ കാര്യമാ. അവൻ എന്റെ മുഖം അന്വേഷിക്കും. അങ്ങനെയാണ് നമുക്ക് നോക്കാം. 19ാം അധ്യായം ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടോ. 1ാം വാക്യം മുതൽ ഉറക്കം വായിച്ചാൽ. ഇംഗ്ലീഷോ മലയാളത്തിലോ വായിക്കും. Jesus entered Jericho. യെരിഹോവിലേക്ക് യേശു കടന്നു വരികയാണ്. And made his way through the town. ആ ടൗണിൽ കൂടി, പ്രധാന നിലത്തിൽ കൂടി ഈശോ നടന്നു പോവുകയാണ്. There was a man, the name Zacchaeus. ആ പട്ടണത്തിൽ ജെറിക്കോയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന് IRS-കാർ ഒത്തുകാരെ ജോലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവന് IRS-ന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരു ഗവൺമെന്റ് ഒഫീഷ്യലായിരുന്നു. ടാക്സ് കളക്ടറായി, നല്ല സ്റ്റാറ്റസ് ഉള്ള, പണമുള്ള, പദവിയുള്ള, നല്ല വീടുള്ള, ഇഷ്ടംപോലെ പൈസ ബാങ്ക് ബാലൻസിൽ ഒരു മനുഷ്യൻ. വായിച്ചാട്ട്. He was the chief tax collector. ചീഫ് ടാക്സ് കളക്ടർ ആയിരുന്നു. അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു. അവിടുത്തെ ടാക്സ് കളക്ടിംഗ് റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ചീഫ് ടാക്സ് കളക്ടർ, ഹൈയസ്റ്റ് റാങ്കിൽ ഇരിക്കുന്ന IRS ഒഫീഷ്യൽ. വായിച്ചോ. And he had become very rich. അവൻ ഒത്തിരി ധനികനായിരുന്നു. സാധാ പുള്ളിയൊന്നുമല്ല, പൈസ ഇഷ്ടം പോലെ, പൈസ കണ്ട് മറന്നൊരു മനുഷ്യൻ. He tried to get a look at Jesus, but അവന്റെ ഉള്ളിലൊരു കൊതി, എനിക്ക് യേശുവിനെ ഒന്ന്. But he was too short to. പക്ഷെ പ്രശ്നമുണ്ട്, ജീവിതത്തിൽ കുറവുകൾ മാത്രമേ. So he ran ahead and ശ്രദ്ധിക്കണം, കുറവുകൾ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. ഇതിനുള്ള കുറവാണ് കാണാൻ ഇമ്പോസിബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഉള്ളത്തിൽ കൊതി യേശു എന്നുള്ളവരെന്ന് കാണണം. കർത്താവ് പറയാ, കുഞ്ഞെ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ദൈവം നിന്നോട് പറയാ, ചങ്ങനകത്ത് പറയാം, മോനെ എന്റെ മുഖം നീ അന്വേഷിക്കും. പക്ഷെ നീ നോക്കുമ്പം ജീവിതത്തിൽ കുറവുകളേ ഉള്ളൂ. എങ്ങനെ ദൈവത്തിന് മുഖം? അപ്പൻ്റെ അടുക്ക് അടുത്ത് വരാൻ പോലും താല്പര്യമില്ല. അപ്പൻ്റെ അടുക്ക് വന്നാൽ വെളിച്ചത്തിനകത്ത് എല്ലാം വെളിവാണ്. അവിടെ വെളിച്ചത്തിൽ വരാൻ ആദ്യമോ പോയി പാപം ചെയ്തിട്ട് എല്ലാ ദിവസവും ദൈവം വന്നുകൊണ്ടിരുന്നല്ലേ. ദൈവത്തിന് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ അന്ന് അവർ ഓടിപ്പോയി. ദൈവത്തിന്റെ സ്നേഹം അറിവുള്ളവരാണ്. ഒളിക്കേണ്ട, തെറ്റ് പറ്റിപ്പോയി അപ്പാന്ന് പറഞ്ഞാൽ മതി. ഇല്ല, നിന്റെ ജീവിതത്തിന്റെ നീളക്കുറവുകൾ, നിന്റെ പാപം, നിന്റെ സിന്ന, അത് എന്റെയാണെങ്കിലും നിനക്കാണെങ്കിലും വെളിച്ചത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കും. യഹോവ എന്റെ വെളിച്ചവും എന്നാലേ പേടിയില്ലാതാകത്തുള്ളൂ. പക്ഷെ വെളിച്ചമാകാൻ ദൈവത്തിനടുക്കാൻ വരാൻ പറ്റാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ കുറിയവനായിരുന്നു. പക്ഷെ കുറിയവനായിരുന്നിട്ടും
സക്കായ ഞാൻ യേശുവിനെ കാണും. ഓർത്തോണം, നീളക്കുറവെന്ന് മാത്രമല്ല, ഈ ചില പാസ്റ്റർമാരുണ്ട് എന്നെ പോലെയുള്ള ഒത്തിരി യേശുവിന്റെ ചുറ്റും ഒന്ന് നടക്കുക. അമ്മ എന്ത് ചെയ്തില്ല, കുറവുള്ളവരെ കാണാൻ സമ്മതിക്കൂ, ഇവിടെ മാറാന്ന് പറയും അല്ലേ. ചുറ്റും ഞാൻ യേശുവിന്റെ ആരുടെ കൂടെ ഉള്ള വലിയ പുലിയാന്നാ പറയുന്നത്. 12 എണ്ണം ചുറ്റും നടക്കുക. പലപ്പോഴും ജീവിതത്തിൽ കുറവ് അവർ പ്രസംഗം കൊണ്ടും വാക്കുകൾ കൊണ്ടും കുത്തി വേദനിപ്പിച്ചിട്ട് അവർക്ക് അടുത്ത് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. സക്കായി ശ്രമിച്ചു കാണും ആ വലിയ ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിൽ എങ്ങനെയെങ്കിലും പത്രോസ് മാറാന്ന് പറഞ്ഞു കാണും. നിനക്ക് നീളമില്ല, ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് വിശുദ്ധനാകാൻ നിനക്ക് നീളമില്ല. ഈശോ കാണാൻ പറ്റത്തില്ല. സ്നേഹത്തിൽ അപ്പോസ്തലൻ യോഹന്നാൻ പിടിച്ചവനെ തള്ളിക്കാണും. ഒത്തിരി പേര് തള്ളി കാണാൻ പറ്റാതെ നമ്മൾ പോയി പണി നോക്കണ്ടോ എന്ന് പറഞ്ഞാൽ എന്റെ പണിക്ക് പോകാന്ന് പറഞ്ഞു. എനിക്ക് കാണാം. ഇന്നലെ പകൽക്കാലം ഈ ആരാധനിക്കുന്ന നീളക്കുറവൻ യേശുവിനെ കാണാൻ തടസ്സമല്ല, ചങ്കിനകത്ത് ആഗ്രഹം മതി. അതുകൊണ്ടാണ് ഭർത്താവ് മോനെ എന്റെ പ്രശ്ന പരിഹാരം എന്റെ മുഖം, വക്കീലിനെ അന്വേഷിക്കുന്ന സമയം കൊണ്ട് നീ യേശുവിനെ അന്വേഷിക്കുന്ന നിന്റെ പീസ് വലുതായിരുന്നു. പ്രിയ സഹോദരി, മനഃപൂർവ്വമായിട്ട് കട്ടിയുള്ള ബാക്ക് പെയിനും കഷ്ടമുള്ള സഹോദരിയാണ്. എല്ലാവർക്കും അറിയാം, അവിടെ ജോലി സ്ഥലത്ത് എല്ലാവരും ഏറ്റവും കുറഞ്ഞതേ കൊടുക്കത്തുള്ളൂ. പക്ഷെ ഒരു വന്നിട്ട് മനഃപൂർവ്വം കൊണ്ട് ബ്രേക്ക് പേഷ്യൻസിനെ കൊണ്ട് ഇതിനെ പൊക്കും. ഫിയോട് പറഞ്ഞാൽ അറിയാം, മനഃപൂർവ്വം കൊണ്ടിടുകയാണ്. എന്ത് ചെയ്യും? സാധാരണ ആൾക്കാർ പല്ല് കടിച്ചുരുക്കേണ്ട സ്ഥലം, പക്ഷെ അവിടെ യേശുവിനെ ദൈവത്തെ മോഹത്വപ്പെടുത്തി അവന്റെ മുഖം അന്വേഷിക്കുമോ അറിയത്തില്ല. ദൂതം വന്ന് ചെയ്യും. ഇന്നത്തെ ജോലി കുറവായിരുന്നല്ലോ, ഇങ്ങനെ എത്ര പേര് വന്ന് പറയാറുണ്ട്. സാക്ഷി ഇങ്ങനെ സാക്ഷിയാ പറയേണ്ടത്. ജീവിതത്തിൽ തകർച്ചകൾ കൂടുമ്പോഴാ ദൈവസാന്നിധ്യം നീ അറിയേണ്ടത്. അതല്ല, കഷ്ടത കൂടുമ്പോ എന്റെ യേശുവിനെ ഞാൻ കാണുന്നു. ഒരു ഭക്തന്റെ അനുഗ്രഹമാണ് വേദനകൾ, തകർച്ചകൾ. ഇതൊന്നും ആരും പ്രശ്നം. അതാണ് സത്യം. തീച്ചൂളക്കകത്തെ നാലാമനെ കാണാൻ പറ്റൂ. നീ എന്നും നല്ല രോഗിയാണ്, നല്ല കാര്യം തന്നെ. പക്ഷെ നീ നാലാമനെ കണ്ടില്ല. നീ സുഖവും സന്തോഷവും മാത്രം അനുഭവിച്ച് ജീവിതത്തിൽ ജീവിക്കുന്നവനാണ്. യേശുവിനെ കാണില്ല, നാലാമനെ കാണില്ല. ഒരിക്കലും വേദനകളെ ശപിക്കരുത്, തകർച്ചകളെ അവൻ തകർച്ചയായിട്ട് കാണുന്നത്. കർത്താവേ, ഈ വേദനയ്ക്കായി സ്തോത്രം എന്ന് പറയണം. ഇതിന്റെ മധ്യത്തിൽ നീക്ക് അങ്ങേയൊന്ന് കാണാൻ, നിങ്ങളുടെ കൂടെ നടന്ന് ഈ തീച്ചൂളയ്ക്ക് പുറത്തു വരാൻ കർത്താവേ. അന്നാലും ഈ കാര്യങ്ങളോട് പറയാൻ പറ്റും. ഏത് തകർച്ചയായാലും സാരമില്ല, കുടുംബം കോഞ്ഞാട്ടിയായാലും സാരമില്ല, ചാരത്തിൽ എഴുന്നേൽപ്പിക്കുന്ന യേശു ഉണ്ട്. അനുഭവത്തിൽ എങ്ങനെ പറയാൻ പറ്റും? എല്ലാ വേദനകളും നിങ്ങൾ അനുഗ്രഹം സമയമില്ല. അപ്പം സക്കായി പറഞ്ഞു, യോഹന്നാന്റെ ഇവനെല്ലാം കള്ളന്മാർ, അവരെ അറിയാം, അവനെല്ലാം കള്ളൻ, ഇവനും കള്ളനാ, അവനും കള്ളനാ, ഇനിയും അവനൊരു കൂട്ടായ്മയ്ക്ക് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ലെന്ന് പറയും. അവന്റെ ഉള്ളത്തിൽ യേശു പറഞ്ഞു എന്റെ മുഖം രക്ഷിക്കാൻ പറഞ്ഞു കാണുമായിരിക്കും ദൈവം അല്ലേ. അതുകൊണ്ട് പണവും പദവിയുണ്ട്. അവന് കോട്ടു സൂട്ടിട്ടിട്ടേ പോകാറുള്ളൂ, മരത്തെ കയറുന്നതല്ല. മരത്തെ കയറിയാലും വേണ്ടില്ല. ചിലർക്ക് മരത്തെ കയറാൻ വലിയ നാണക്കേടാ. എടാ കുഞ്ഞൻ, നീ ദൈവത്തിനെ മരത്തെ കയറാൻ എന്ന് പറയുമ്പോൾ വരുന്നോ, മനസ്സ് കൊതിച്ചു വരുന്നോ, വചനം ഇതിന് നീ കീഴ്പ്പെടുന്നോ, നിന്റെ സ്വയനീതികരണം വിട്ടു മാറുന്നോ, അന്നേ നിനക്ക് കൂടുതലുണ്ടാകും. അവൻ സ്വയം ചെയ്യുന്നു. അവൻ അവന്റെ പദവിയെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു യേശുവിനെ കാണും. ആര് തടഞ്ഞാലും കാണും. മുമ്പേ ഓടി. ഇന്ന് പകൽക്കാലം നീ ആൾക്കൂട്ടത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കണം. മുമ്പേ ഓടി. നീ ഇതുവരെ മറ്റുള്ളവർ ചെയ്ത പാസ്റ്റർ ഇതിനേക്കാൾ കൂടുതൽ ചെയ്യണം. ദൈവത്തെ അന്വേഷിക്കണം. പ്രാർത്ഥന നിങ്ങളില്ല, പ്രാർത്ഥന വെക്കണം. ഞാൻ ഇനി കൂടുതൽ ഉപസിക്കുന്നു പറയണം. നീ മുമ്പേ ഓടണം. ഇന്ന് കൂടെ ഓടാൻ നോക്കുക എല്ലാവരും. ചില പുറകെ ഓടുക. ആ മുമ്പേ ഓടി. നോക്കിയപ്പോ ഡ്രസ് കീറുമല്ലോ. വലിയ സിക്കമോർ ഫാക്ടറിയുടെ മണ്ട കയറിയല്ല പറയുന്നത് യേശുവിനെ കാണും. അങ്ങനെ പോകുമ്പോൾ ആൾക്കൂട്ടം നടന്നു. ഇതുവരെ മരത്തെ കയറിയിട്ടില്ലാത്തവന, പണം ഏറ്റവും ഹൈ റാങ്കിങ് പൈസ ഉള്ളവൻ, ഇന്ന് തൽക്കാലം സ്റ്റാറ്റസ് കുടുംബവും പദവിയും കിരീടം വെച്ചോണ്ടിരിക്കുക. ഒരുത്തനും താഴേക്ക് ഇറങ്ങി വരാൻ മനസ്സില്ല. പിന്നെ എങ്ങനെയാ നീ ദൈവത്തെ കാണുന്നേ? ആ വലിഞ്ഞു കയറിയിട്ട് താഴോട്ട് നോക്കിയിരിക്കുമ്പോ ആൾക്കൂട്ടം പോകുമ്പോൾ യേശു നടുക്കുക. അവിടെ യേശുവിനെ നോക്കി അറിയത്തില്ല. നോക്ക് യേശു ആരാണ്?
അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അത് കാരണം തല മണ്ടക്കൊന്ന് കാണുമ്പോഴത്തേക്ക് ഈ തല കൂടിയല്ലേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ തല കൂടിയിരിക്കുന്ന ഇതേ കാണത്തുള്ളൂ. മരത്തിന്റെ തൊട്ട് കീഴി വന്നപ്പോ ഈശോ മണ്ടക്കോട്ട് നോക്കി, സഖായേ! എന്റെ ദൈവം ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ ഭാഗ്യം എന്ന് പറഞ്ഞു. ഇതാണ് എന്റെ ദൈവം, കൊതിയുള്ളവനെ കാണുന്ന എന്റെ ദൈവം. ഇന്നുപോലത്തെ ആരൊരു കുഞ്ഞെ കൊതിയോട് വന്നാൽ നിന്നെ കാണിക്കാതെ വിടത്തില്ല. എന്റെ ദൈവമേ, ബൈബിൾ പറയുന്നു അവൻ ബന്ധപ്പെട്ടിറങ്ങിയെന്നാ പറയുന്നത്. ഞാൻ അവരുടെ കോട്ടും എല്ലാം യേശു സുശീലനം പറഞ്ഞു. പിന്നോട് ഇവൻ മെൻഷൻ എനിക്ക് ആസ് മോനെ നന്നാണെന്ന് പറഞ്ഞു. ഒന്ന് വായിക്കാമോ? എന്തോ ഇറങ്ങിയ എന്നിട്ട് ഓടി ഫ്രണ്ടിൽ പോയി മരത്തെ കയറി. Yeah. When Jesus came by, he looked up at Zacchaeus and called him by name. Zacchaeus, he said, "Quick, come down. Come down. I must be a guest in your home today." നിന്റെ വീട്ടിൽ മുഖം അന്വേഷിക്കാൻ പറയുമ്പോൾ ഓർത്തോളം നിന്റെ വീട്ടിൽ വരാൻ. നിന്റെ വീട്ടിൽ വന്ന പ്രശ്നത്തിന് പരിഹാരമാണ്. നീ മനുഷ്യരെ കൊണ്ടുവരുത്താൻ നോക്കാം, നടക്കത്തില്ല കുഞ്ഞെ. യേശു നിന്റെ വീട്ടിൽ വരാൻ നിന്റെ പ്രശ്നത്തിന് പരിഹാരമില്ല. നാഥൻ വരാൻ നിന്റെ അടുക്ക വാതിൽക്കം മുട്ടുമ്പോ നീ വാതിൽ അടയ്ക്കല്ലേ. ഇത് കേട്ടും പാടും ചാടി ഇറങ്ങി. എന്നിട്ട് അടുത്ത വശം എന്താ പറയണേ? Zacchaeus quickly come down and took Jesus to his house at great excitement and joy. But the people were displeased. ജ്യൂസ് അവനെ ചുങ്കക്കാരുടെയും പാവിയും കാറ്റഗറി പാവിയാ. വീട്ടിലോട്ട് പോവാ, പുള്ളിയെ കൈപിടിച്ചോണ്ട് പോവാ ഈശോ. ഇങ്ങനത്തെ ഈശോനെ കണ്ടില്ല. പോകുന്നതല്ല ഇങ്ങനെ വിശുദ്ധി പ്രസംഗിച്ചോടാ. എന്റെ ഈശോ അങ്ങനെ നീ അവനെ കാണാൻ മനസ്സ് വെച്ചാൽ നിന്നോടുകൂടെ വരുന്ന ഈശോ. എന്ന് വായിച്ചു വന്നിട്ട് he has gone to the guest of a notorious sinner. Notorious sinner വീട്ടിൽ അവൻ ഗസ്റ്റ് ആയിട്ട് പോയി. ഈശോ ഇന്ന് കാണുന്ന ഭാഷമാരെ പോലൊന്നുമല്ല എന്റെ ഈശോ. It's entirely different. എന്നിട്ട് Meanwhile, Zacchaeus stood before the Lord and said, ഇപ്പോഴത്തേക്ക് അവന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഈ സക്കായസ് കർത്താവ് പുള്ളിയെ പറയാണ്, സന്തോഷം അടക്കാൻ വേണ്ടി അവന് അടക്കാൻ പറ്റുന്നില്ല. He's just started speaking. യേശു പ്രസംഗിച്ചില്ല, തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചില്ല, ഭൂതം ഇറങ്ങേണ്ടത് പറഞ്ഞില്ല. അവനെ കാണാൻ കൊതിച്ചാൽ അവന്റെ വിശുദ്ധി കാണുമ്പോ കുഞ്ഞ് നിന്റെ പാപമൊക്കെ നിന്നെ വിട്ടു. ഇന്ന് നീ വിടാൻ ആഗ്രഹിച്ചിട്ട് വീണ്ടും വീണ്ടും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളുണ്ടല്ലോ, സ്വമേധാ പാപങ്ങൾ, തട്ടിപ്പിടിച്ചിരിക്കുന്ന പാപങ്ങൾ. യേശുവിനെ കാണുമ്പോ നിന്നെ വിട്ടു പിടഞ്ഞു പോകും. വലിച്ചെറിഞ്ഞാൽ തേച്ചൊരച്ചാൽ പോകാത്ത പാപങ്ങൾ, ജീവിതാനുഭവങ്ങൾ കൂടി നിന്റെ മേൽ തട്ടിപ്പിടിച്ചിരിക്കുന്ന ചില പാപങ്ങൾ, നാളുകൾ കൊണ്ട് കൊതിച്ച് പാറാൻ ചെയ്യുന്നതെല്ലാം അറപ്പാത്തവേ ഞാൻ എങ്ങനെയാ ചെയ്യുന്നത് ചെയ്തു കഴിഞ്ഞ് വീണ്ടും വീണ്ടും നീ ഡിപ്രസ്ഡ് ആകും. എങ്ങനെ ഹൗ വുഡ് ഐ ഡു ഇറ്റ് അഗൈൻ എന്ന് പറഞ്ഞ് നീ തന്നെത്താൻ അടിക്കുക. പിശാച് കുത്തി കുത്തി നിന്നെ വിഷമിപ്പിക്കുക. അവന്റെ മുഖം കാണുമ്പോഴത്തേക്ക് എന്ന് പറയുന്നത് എന്തുവാ? എന്റെ ഘട്ടാഴ്ച പറയുക, I will give half of my wealth to the poor. എന്റെ പകുതി സമ്പത്ത് നിങ്ങളെ വിൽക്കാൻ പോകുന്നത് ആർക്ക് കൊടുക്കാൻ പോവാ? പാവങ്ങൾക്ക്. ഇനി അടുത്തത്, And if I have cheated people on their പകുതി taxes, എല്ലാം കൊടുക്കാൻ പോവാ. പകുതി കൊടുക്കുന്ന മാത്രമല്ല, ഇനി ആരെങ്കിലും ഞാൻ കടുപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്, I will give them back 4 times as ഈ much. പകുതി ഓർഡർ കൊടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ള പകുതിയിൽ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ട്, അതും വിറ്റ് ഞാൻ നാളെ മടങ്ങേണ്ടി ചെയ്യും. യേശുവിനെ കണ്ടാളെ മടങ്ങേണ്ടി. എന്നിട്ട് Jesus responded, യേശു "Salvation has പറഞ്ഞു, come to his home today." സമയം പോയല്ലേ, നമുക്ക് ലാസ്റ്റ് ഇന്ന് ഈ കുടുംബത്തിന്റെ രക്ഷ. ഇവൻ അബ്രഹാമിന്റെ സന്തതിയാകിയാൽ ഇന്ന് ഈ കുടുംബത്തിന് അതുണ്ടായി. ഇന്ന് രാത്രി അബ്രഹാമിന്റെ സന്തതിയാകാം. അവനെ മുഖം കാണാൻ നമുക്കൊരു പാട്ട് പാടി.